ആദ്യമായി ഈദുൽ ഫിത്ർ ആഘോഷിച്ചത് എന്ന്? ഹിജ്റ 2-ാം വർഷം. ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്ന മാസം ഏത്? ശവ്വാൽ. ശവ്വാൽ ഇസ്ലാമിക് കലണ്ടറിൽ എത്രാമത്തെ മാസമാണ്? 10ാമത്തെ. ശവ്വാൽ കഴിഞ്ഞു വരുന്ന മാസം ഏത്? ദുൽഖഅദ്. യൗമുൽ ജായിസ എന്ന് നബി തങ്ങൾ വിശേഷിപ്പിച്ച ദിനം ഏത്? ചെറിയ പെരുന്നാൾ ദിനം. പെരുന്നാൾ ദിവസം നോമ്പ് നോൽക്കുന്നതിൻ്റെ വിധി എന്ത്? ഹറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ച ആദ്യ പെരുന്നാൾ നിസ്കാരം ഏത്? ചെറിയ പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ വിധി എന്ത്? ശക്തിയായ സുന്നത്ത്. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം ഏത്? സൂര്യൻ ഉദിച്ചതു മുതൽ ളുഹർ വരെ. പെരുന്നാൾ നിസ്കാരം എത്ര റക്അത്താണ്? 2 റക്അത്ത്. ഒന്നാമത്തെ റക്അത്തിൽ എത്ര തക്ബീർ ഉണ്ട്? 7. രണ്ടാമത്തെ റക്അത്തിൽ എത്ര തക്ബീർ ഉണ്ട്? 5. ശവ്വാൽ മാസപ്പിറവി കണ്ടതു മുതൽ മുസ്ലിമിന് നിർബന്ധമായത് എന്ത്? ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് വേണ്ടി എത്ര കൊടുക്കണം? 3.200 ലിറ്റർ. പെരുന്നാൾ നിസ്കാരം ഖളാ വീട്ടാമോ? വീട്ടാം. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഫിത്ർ സക്കാത്ത് കൊടുക്കാമോ? അനുവദനീയമല്ല. ഫിത്ർ സക്കാത്തിൻ്റെ നിബന്ധനകൾ എന്തൊക്കെ? 1. നിയ്യത്ത്. 2. അവകാശികൾക്ക് കൊടുക്കൽ. ഈദുൽ ഫിത്ർ ആഘോഷങ്ങൾ ആദ്യമായി തുടങ്ങിയത് എവിടെ വെച്ചായിരുന്നു? മദീനയിൽ വെച്ച്. സമ്മാന ദിനം എന്ന് നബി തങ്ങൾ വിശേഷിപ്പിച്ച ദിവസം എന്ന്? ചെറിയ പെരുന്നാൾ. വലിയ പെരുന്നാൾ ഏത് മാസമാണ് ആഘോഷിക്കുന്നത്? ദുൽഹജ്ജ്. ഗർഭസ്ഥ ശിശുവിന് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? നിർബന്ധമില്ല. പെരുന്നാൾ നിസ്കാരത്തിലെ തക്ബീറുകൾ ഇമാം മറന്നാൽ മഅ്മൂമിന് ചൊല്ലാമോ? ചൊല്ലാൻ പാടില്ല. സക്കാത്തിൻ്റെ അവകാശികളുടെ എണ്ണം എത്ര? 8. പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ ഏത്? സൂറത്ത് ഖാഫ് അല്ലെങ്കിൽ സൂറത്ത് അഅല. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ ഏത്? സൂറത്ത് ഇഖ്തറബ അല്ലെങ്കിൽ സൂറത്ത് ഗാഷിയ. പെരുന്നാൾ കുളിയുടെ വിധി എന്ത്? സുന്നത്ത്. പെരുന്നാൾ കുളി ആർത്തവമുള്ള സ്ത്രീകൾക്ക് സുന്നത്തുണ്ടോ? എല്ലാവർക്കും സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരവും ജുമുഅയും ഒരുമിച്ച് വന്നാൽ അതിൻ്റെ വിധി എന്ത്? ജുമുഅ നിസ്കാരം നിർബന്ധവും പെരുന്നാൾ നിസ്കാരം സുന്നത്തും ആണ്. പെരുന്നാൾ ഖുതുബ ഒഴിവാക്കിയവൻ്റെ നിസ്കാരം സ്വീകാര്യമാവുമോ? സ്വീകാര്യമാവും. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്?
ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ ബലി പെരുന്നാൾ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം തക്ബീർ സുന്നത്തുണ്ടോ? സുന്നത്തുണ്ട്. പെരുന്നാൾ നിസ്കാരം ഒറ്റയ്ക്ക് നിർവഹിക്കുന്നവന് ഖുതുബ സുന്നത്തുണ്ടോ? സുന്നത്തില്ല. ആദ്യ റക്അത്തിൽ സുന്നത്തായ തക്ബീർ മറന്നാൽ രണ്ടാമത്തെ റക്അത്തിൽ അത് വീണ്ടെടുക്കണോ? വീണ്ടെടുക്കാൻ പാടില്ല. പെരുന്നാൾ നിസ്കാരത്തിലെ തക്ബീറുകളിൽ കൈ ഉയർത്തൽ സുന്നത്തുണ്ടോ? സുന്നത്തുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിലെ തക്ബീറുകൾ മഅ്മൂം ഉറക്കെ പറയുന്നതിൻ്റെ വിധി എന്ത്? സുന്നത്ത്. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം എത്ര ഖുതുബകൾ ഉണ്ട്? 2. ഒന്നാമത്തെ ഖുതുബ എത്ര തക്ബീറുകൾ കൊണ്ട് തുടങ്ങണം? 9. രണ്ടാമത്തെ ഖുതുബ എത്ര തക്ബീറുകൾ കൊണ്ട് തുടങ്ങണം? 7.